വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി വ്ളോഗ് ഡേ 5. ഗൈസ്, ഞാൻ പറന്നടിച്ച് ഡെക്കാത്തലോട്ട് പോകായിരുന്നു. ഡെക്കാത്തലോണിൻ്റെ വാതിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് ഓർഡർ അടിച്ചു. എന്ത് ചെയ്യാനാണ് ഗൈസ്? എന്താണേലും ഇവിടെ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഇത് റീച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സൊമാറ്റോയുടെ ഓർഡർ നമ്മൾ അടിച്ചിട്ട് കുറച്ച് നേരം മൂവ് ആക്കാണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മളെ വിട്ട് പോകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഡെക്കാത്തലോണിൽ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫർ സമയങ്ങളിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചാൽ ലാഭമാണ്. ഞാനിടുന്ന ഒരു ജാക്കറ്റ് ഇല്ല, ബ്രീത്തബിൾ ജാക്കറ്റ്, അത് ഇവിടുന്ന് വാങ്ങിക്കുന്നത്. അതിന് ഏകദേശം 899 രൂപ എങ്ങാണ്ട് വരുന്നതാണ്. ഓഫറുള്ളപ്പോൾ അത് 500 രൂപയ്ക്കൊക്കെ കിട്ടും ഗൈസ്. നമുക്ക് ഓടിപ്പോയി വാങ്ങിക്കാം. ഞാൻ അതിനുവേണ്ടി പറക്കുമായിരുന്നു ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് ഓഫർ വന്നേക്കുന്നത്. 60% ഓഫുണ്ട് അപ് ടു ബ്ലാക്ക് ഫ്രൈഡേ 29 to 1 ഡിസംബർ എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ദിവസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെവിടെയാണ്? ലോക്കാണല്ലോ, ലോക്ക് കഴിയേ. 12:17 ഫ്രൈഡേ ആണ്, 29 നവംബർ. അപ്പോൾ ഓടിപ്പോട്ടെ ഡെക്കാത്തലോണിലോട്ട്. ക്യാമറയും പരിവാരങ്ങളൊക്കെ അകത്തോട്ട് കൊണ്ടുപോകാമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പോകുന്ന വഴിക്ക് ഊരി പിടിക്കാം. നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന മൈക്കല്ല കേട്ടോ ഇന്ന് എടുത്തേക്കുന്നത്. ഇന്ന് വേറൊരു മൈക്കാണ്. അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണേലും പോയി നോക്കാം. അയ്യോ, ഗ്ലാസ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അയ്യോ, ഗ്ലാസ് ലോക്കായോ? അയ്യോ അയ്യോ, തുറന്നു ഗൈസ്. ഈ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് മൈക്ക് ശാപം കിട്ടിയാന്ന് തോന്നുന്നു. കാരണം വഴിയെ പോകുന്ന സൗണ്ട് എല്ലാം കയറി പിടിക്കുന്നുണ്ട് ഗൈസ്. ഡെക്കാത്തലോണിൻ്റെ സ്റ്റെപ്പ് കയറുകയാണ് ഗൈസ്. കയറി കഴിഞ്ഞു ഗൈസ്. ദേ പോകുന്നു ഗൈസ്, ഓടുന്നു ഗൈസ്. ബ്ലാക്ക് കളറാണ് ഇതിന്റെ. ഈ പാന്റിന്റെ ലാർജ് എക്സൽ തീർന്നിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ലാർജ് എക്സൽ തീർന്നിട്ട് 3 ആഴ്ചയായി. അത് ഓൺലൈനിൽ തീർന്നിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓഫർ വല്ലതും ഉണ്ടോ? അതിന് നോർമൽ ഓഫറായിരുന്നു. ഗൈസ്, നമ്മളൊരു നിർഭാഗ്യവാനാണ് ഗൈസ്. നമ്മൾ ആഗ്രഹിച്ച സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമ്മുടെ സൈസ് ലാർജാണ്. ലാർജ് എക്സലോട് ഇല്ല. ഈ മുതുകയിൽ മൊത്തം കൊള്ളേണ്ട വരുമെന്ന് തോന്നുന്നു ഗൈസ്. കൈയൊക്കെ കരിഞ്ഞു. മറ്റേ പഴയ ജാക്കറ്റ് എടുത്തുമില്ല. ഓഫറുണ്ടല്ലോ, പുതിയ ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നടക്കാമല്ലോ നേർക്ക്. എന്തൊരു മണ്ടനാണ് ഞാൻ. താക്കോലെവിടെ? ഈ ഹെൽമെറ്റിനും എന്തോ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. വഴിയെ പോകുന്ന സൗണ്ടും കാറ്റും എല്ലാം. പണ്ടുണ്ടായിരുന്ന ലോക്കൽ ഹെൽമെറ്റിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അന്ന് വ്ലോഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് കേൾക്കായിരുന്നു. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുന്നേക്കാളും കൂടുതൽ പുറത്തെ സൗണ്ട് കേൾക്കണം. നമ്മുടെ ഫുഡ് റെഡി അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അദാമിൻ്റെ ചായക്കടയിൽ ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. മൈക്ക് പരാജയത്തിൽ നിന്നും പരാജയത്തിലോട്ടാണ്. ഇതിനു മുന്നേ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് കേട്ട് നോക്കി. അത് കേൾക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര എരപ്പാ. ഇതും കേൾക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ഈ 38 ചേട്ടാ, 38 സൊമാറ്റോ. ഈ 38 എന്ന് പറയുന്നത് പണ്ടത്തെ എൻ്റെ കാറിൻ്റെ നമ്പർ കേട്ടോ. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. 38. ചെകുത്താൻകൂട്ടിലൂടെയാണല്ലോ വഴി കാണിക്കുന്നത്. അതിൽ എങ്ങനെ പോകും? കാലേക്കുത്തി കറക്കാം. ഈ സീനുണ്ടായാലും കഴിഞ്ഞ ദിവസം കാലേക്കുത്തി കറക്കിയതാ. ചെകുത്താൻകൂടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു വർഗ്ഗമാണ്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത. അതിൻ്റെ തൊട്ടടുത്തെങ്ങാണ്ട സാധനം കൊടുക്കണ്ട, അതാ പ്രശ്നം. അല്ലെങ്കിൽ അപ്പുറത്തൂടെ എല്ലാം പോകായിരുന്നു. ചെകുത്താൻ കുട്ടികൾ നിൽപ്പുണ്ടോന്ന് ഇവിടുന്ന് ഭയങ്കര ദൂരത്തുനിന്ന് ദീർഘവീക്ഷണം നടന്നു നോക്കട്ടെ. ക്യാമറ കണ്ണുകളിലൂടെ. ക്യാമറ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ക്യാമറയായി മാറും. അത് അങ്ങ് അകലം പിടിക്കുന്നു. അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഓ, വണ്ടിയൊന്നും കാണാനില്ല. എങ്ങോ പോയേക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വഴിയിലെല്ലാം ചെക്കിങ് കാണും. ഇവിടെ ഒറ്റ വണ്ടി കിടപ്പില്ല. എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട്. 4-5 വണ്ടിയുള്ള കേട്ടോ. ഞാൻ പറഞ്ഞ ആരെ പറ്റിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? MVD മാമന്മാർ. ഫസ്റ്റ് ഓർഡർ തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. 130 മീറ്റർ മാത്രം. ഈ ഹെൽമെറ്റിനകത്ത് അല്ലാത്തപ്പോൾ ഒട്ടും കാറ്റ് കയറത്തില്ലേ. ഭയങ്കര ചൂട് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും 4 സൈഡിൽ നിന്നും പൊക്കാന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് കയറുന്നത്. അതാണ് ഈ കാറ്റിൻ്റെ സൗണ്ട് കൂടുതലായിട്ടും കേൾക്കുന്നത്. ഓ, ഇവിടെ കണ്ടാണല്ലോ വീട്. വീട്ടുപേര് എൻ്റെ ചെറിയ മരക്കാട്ടുകുളം.
ആ ഗൈസ് ഇത് തന്നെ വീട്. ഗ്യാസ് നമ്മൾ ഫുഡ് കൊടുത്തിരിക്കുകയാണ്. ഡെലിവറി എല്ലാം നല്ല കൊടുത്തിരിക്കുന്നു. കസ്റ്റമർ അടിപൊളി, നല്ല അടിപൊളി. ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. 28.1 രൂപ കിട്ടിയിരിക്കുന്നു. 20 മിനിറ്റ്സ് ആണ് ട്രിപ്പ് ടൈം കാണിക്കുന്നത്. 1.7 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. നമ്മളിന്ന് ഗിഗ് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 to 2 പിന്നെ വൈകിട്ട് 6 to 11 വരെയും കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകണ്ട, റൈറ്റിലോട്ട് തന്നെ പോവാം. ഇനിയിപ്പം വഴിയെ പോയ MED മാമന്മാർ തിരിച്ചവിടെ വന്ന് നിൽപ്പുണ്ടെങ്കിലോ. സംസാരം പറച്ചിലൊന്നുമില്ല, ഒരു മൊബൈൽ ഫോണുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ. ചുമ്മാ ക്ലിക്ക് എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കും, എന്നിട്ട് ചിരിച്ച് കാണിച്ച് ടാറ്റയിൽ നിന്ന് പൊക്കോളാൻ പറയും. ബാക്കി ലഡുവും പാഴ്സലൊക്കെ പയ്യെ വീട്ടിലോട്ട് വന്നോളും. അതാണ് ഇവിടുത്തെ പരിപാടി. കൈ നീട്ടുമോ നിർത്തുമോ ഒരു പരിപാടിയില്ല. പൊക്കോ, നിങ്ങൾ വണ്ടി ഓടിച്ച് പൊക്കോ, ഞങ്ങൾ ചുമ്മാ ഫോട്ടോഗ്രാഫേഴ്സാണ്, വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കും. ആ ഒരു സെറ്റപ്പാണ് അവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടോ ലൈവ്. ഓർഡർ അടിച്ചു കേട്ടോ, നെക്സ്റ്റ് ഓർഡർ അടിച്ചു. 40 rupees ആനന്ദ് ഹോട്ടൽ ഗാന്ധി. നമ്മൾ വന്ന വഴി കറക്റ്റായിരുന്നു, തെറ്റിപ്പോയില്ല. ഇത് ഇതിന് തൊട്ട് ഫ്രണ്ടിൽ മെഡിക്കൽ കോളേജിന് ഫ്രണ്ടിലുള്ള ഹോട്ടലാട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോകണം ഈ ഓർഡർ എടുക്കാൻ വേണ്ടി. എൻ്റെ മേത്ത് സഞ്ജുട്ടേക്ക് കയറിയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ അവനെ പോലെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് നേരെ ആ ഹോട്ടലിലോട്ട് പോയി ഓർഡർ എടുക്കാം. ഗായ്സ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഡയലോഗൊക്കെ പറഞ്ഞോണ്ടാണ് വന്നത്. കാര്യം പറഞ്ഞ് അതൊന്നും റെക്കോർഡായില്ല, ആ സൗണ്ടൊന്നും ഇല്ല, അത് മൊത്തം പതറിച്ചായിരുന്നു. നമ്മുടെ മൈക്കിനെന്തോ പറ്റി കേട്ടോ, എന്തോ സീൻ സംഭവിച്ചിട്ടുണ്ട്. മൈക്കിനാണോ അതോ മൈക്ക് കുത്തുന്ന അഡാപ്റ്ററിനാണോ എന്നറിയത്തില്ല. പുള്ളി ഓണടിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫുഡ് എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴെ ഇരിക്കുന്നതാണ് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ആനന്ദ്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. കോട്ടയത്ത് ഒരു ബ്രാഞ്ചുണ്ട്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഇരിക്കുന്ന ബ്രാഞ്ച്. ഞാൻ നടന്നു വരുന്ന കണ്ണാടിക്കകത്ത് കാണുന്നു കോട്ട വയറൊക്കെ ആയിട്ട്. എനിക്ക് വയറൊക്കെ ചാടി. ഫുഡി ആയതുകൊണ്ട് 38:30. ചേട്ടാ സൊമാറ്റോ ചില്ലി പൊറോട്ട. ഓക്കെ. പുള്ളി ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നൊന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നത്. ഫുഡ് എടുത്തു, ഞാനിങ്ങ് പോകുന്നു. ഗൈസ്, നമുക്ക് നേരെ പോയി. ഈ ഒരു മൈക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. എൻ്റെ അടുത്ത് 1-2 മൈക്കുണ്ട്, ഇതൊക്കെ ലോക്കലാട്ടോ, ഓരോ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതാണ്. അപ്പം മറ്റേ മൈക്ക് കേടായതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഒരെണ്ണം സ്പെയർ വെച്ചതാണ്. എന്തായാലും മാപ്പിടാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇതേ ഗൈസ് നോക്കൂ, കോട്ടയം മെഡിക്കൽ കോളേജ്. ഇതെന്നാ സംഭവം എന്നറിയാം, ഇതിൻ്റെ ഈ വള്ളിക്ക് ഇത്ര നീളമുള്ളതുകൊണ്ട് നമ്മളിത് ഉടുപ്പിൻ്റെ അകത്തൂടെയൊക്കെ കയറ്റി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ഇത് വലിയുമ്പോൾ ഈ കുത്തിയേക്കുന്ന 3.5 ജാക്കിലോട്ട് കുത്തിയേക്കുന്നത് അവിടെ നിന്ന് ഊരിപ്പോവും. അപ്പം ഈ ഗോപ്രോയുടെ പുറത്ത് 2 മൈക്കുണ്ട് ഗോപ്രോയുടെ. അപ്പോൾ ആ ഒരു മൈക്ക് തന്നെ റെക്കോർഡാകുന്നത്. അപ്പം പുറത്തെ സൗണ്ട് എല്ലാം കൂടെ അത് പിടിക്കും. അപ്പം ഞാൻ ഹെൽമെറ്റ് അടച്ചു വെച്ച് അകത്തിരുന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രം കേൾക്കത്തില്ല, വഴിയെ പോകുന്ന വണ്ടിയുടെ സൗണ്ടായിരിക്കും. ഗോപ്രോയുടെ മൈക്ക് ഇച്ചിരി പരാതിയോ, ഇച്ചിരി പറവറപ്പം. നമ്മുടെ സാധനം കുറേ പഴക്കമുള്ള 9 ആണ്. അപ്പോൾ സൗണ്ടും സംഭവങ്ങളൊക്കെ പോയി. നമുക്ക് ക്യാമറയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. പക്ഷേ നോ മണി. ഫ്യൂച്ചറിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്കെന്താണെങ്കിലും ഫുഡ് കൊണ്ടേ കൊടുക്കാം. 3 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഈ രണ്ടാമത്തെ ഓർഡർ അടിച്ചപ്പോഴത്തേക്കും സമയം എത്ര ആയെന്നറിയോ? സമയം എന്ന് പറയുന്നത് 12:47 കേട്ടോ. അതായത് 1 മണിയായി. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. 2 മണിയാകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഷിഫ്റ്റ് തീരും. അതിനിപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് എന്നല്ല, ഈ ഒരു ഷിഫ്റ്റ്, അതായത് 12 to 2. പിന്നെ നമ്മൾ ഫ്രീ ആണ് വൈകിട്ട് 6 മണി വരെ. പിന്നെ 6 ആകുമ്പോഴത്തേക്ക് നമുക്ക് അംഗം വെട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സിമം പെട്ടെന്ന് കൊണ്ടേ കൊടുക്കാം. നമ്മൾ ലൊക്കേഷൻ എത്താറായി കേട്ടോ ഗായ്സ്. വിശക്കുന്നൊന്നുമില്ല കേട്ടോ ഗായ്സ്, ഭയങ്കര നെഞ്ചരിച്ചില്ല. ഇന്നലെ വൈകിട്ട് 2-3 പൊറോട്ട തിന്നായിരുന്നു. എൻ്റെ അമ്മ, പൊറോട്ട തിന്നല്ലെന്ന് എന്നോട് വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട്, കാണുന്ന എല്ലാവരും പൊറോട്ട തിന്നല്ലേന്ന്. പിന്നെ ഞാൻ രാവിലെ 2 പൊറോട്ട തിന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത പോലെ അവിടെ കടന്നോളും. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്താൽ മതി. സത്യമാണ്, വൈകുന്നേരം വരെ വിശക്കത്തില്ല. പക്ഷേ ആ സാധനം ഭയങ്കര പണിയാണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ വീട് കണ്ടെടുത്തോളം. കറക്റ്റ് ലൊക്കേഷൻ റീച്ച് കൊടുത്ത് നോക്കാം. എവിടെ നമ്മുടെ ആപ്പ് തുറക്കൂ. റീച്ച്ഡ്. വീട്ടുപേരൊന്നുമില്ലല്ലോ. എല്ലാ വീടിൻ്റെ പ്രശ്നം അറിയാം. ഇതിൻ്റെ അകത്ത് വലിയ വീട്ടുപേരൊക്കെ കാണാൻ, ഇവരുടെ വീടിൻ്റെ മതിലേലൊരു കണയും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കേണ്ട വരുന്നത്. വിളിച്ചേക്കാൻ ചുമ്മാ. അപ്പോൾ ഗൈസ്, വീട് ഇത് തന്നെയായിരുന്നു. നമ്മുടെ രണ്ടാമത്തെ ഓർഡറും കൊടുത്തിരിക്കുകയാണ്. ഡെലിവറി കംപ്ലീറ്റഡ്. ഈ ഓർഡറിന് എത്ര രൂപ കിട്ടി എന്ന് നോക്കട്ടെ. 41.34, 17 മിനിറ്റ്, 4.2 കിലോമീറ്റേഴ്സ് ഡെലിവറി ടൈം. അല്ല, ലൊക്കേഷനിലോട്ടുള്ള ദൂരം സമയം തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ടീഷർട്ട് ആൻഡ് ബാഗ് സെൽഫി ചോദിച്ചിരിക്കുകയാണ് ഗായ്സ്. നമുക്കത് എടുത്തിടാം, നമ്മുടെ കയ്യിൽ അതുണ്ട്. പിന്നെ വണ്ടിക്കൊരു മിസ്സിങ്. പെട്രോളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രാവിലെ 200 രൂപയ്ക്ക് അടിച്ചായിരുന്നു.
സെൽഫി എടുത്ത് കഴിഞ്ഞതുള്ളൂ ഗൈസ്. അടുത്ത ഓർഡർ അടിച്ചു 81 രൂപ, ഹോട്ടൽ അന്നപൂർണ്ണ. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏതേ സമയം കൂട്ടുകാരൻ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അനീഷ് കൂർഗിലുള്ള കൂട്ടുകാരൻ കേട്ടോ. അനീഷ് കൂർഗ് 250R എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ CBR ക്ലബ്ബിലുള്ളതാണ്. സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. പുള്ളി മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആളാണ്. ഇപ്പോൾ നല്ല റേഞ്ചിൽ ആണ് ഉള്ളത്. ബൈ ചെയ്തു ചെറിയ പ്രോഫിറ്റിന് തന്നെ കാണാം. അനലൈസിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോങ് ടൈം ആണ് ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യേണ്ട. ഫണ്ടമെൻ്റൽ മതി. ഓക്കെ ബ്രോ, ഞാൻ വർക്കിലാണ്. വൈകിട്ട് മെസ്സേജ് അയക്കാം. വൈകിട്ട് മെസ്സേജ് ഇടാം. ബ്രോയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല ധാരണയുണ്ട്. അപ്പം ഞാനിതൊക്കെ പുള്ളിയോട് ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്റ്റോക്കിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. മറ്റേ സ്റ്റോക്കിസ്റ്റ് അല്ല കേട്ടോ, കോഴി. മറ്റേ പ്രേമലൂരിലോട് പറയുന്ന പോലെ സ്റ്റോക്ക് നമ്മൾ ഇട്ടിട്ടുമുണ്ട്, കാശ് പോയിട്ടുമുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ്. ഇഷ്ടംപോലെ ഇട്ടിട്ടുമുണ്ട്, കാശ് പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും. മറ്റേ നമ്മുടെ ഇന്നത്തെ ഓരോ സ്റ്റോക്ക് ആപ്പ് ഉണ്ടല്ലോ, ഗ്രോ, അത് തുറന്നിട്ട് ചെറിയ ചെറിയ പൈസയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിടും. ഈ സ്റ്റോക്ക് കൊള്ളാവോ, ഇതിലിട്ട ലാഭം കിട്ടുമോ. അപ്പോൾ ഇവരെ പോലുള്ള ലെജൻസ് നമുക്ക് അഭിപ്രായം പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ ഇവരോട് ചോദിക്കും. പുള്ളി ഇന്ന് സ്വിങ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. സ്വിങ് എന്ന് പറഞ്ഞാൽ ആടുക എന്നല്ലേ, ഊഞ്ഞാലല്ലേ. ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഷോർട്ട് ടൈമിലിട്ട് കാശുണ്ടാക്കാൻ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ചോദിച്ചു സ്വിങ് ആണോ എന്ന് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. അതാണ്, അത് രാത്രി ചെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ഞാൻ അറിയാൻ പാടാത്ത കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലായി. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഇവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചില വീഡിയോസൊക്കെ കാണാറുണ്ട്. ചില വീഡിയോ ഒന്നും കാണാൻ നമുക്ക് കത്താറില്ല. പിന്നെ അറിയാവുന്ന ആൾക്കാർ കുറച്ചുകൂടെ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അവർ പറഞ്ഞു തരുമല്ലോ. പിന്നെ ചുമ്മാ നമ്മുടെ ജോലിയുടെ കൂട്ടത്തിൽ ഒരു 500 1000 ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. എല്ലാം കിട്ടിയാൽ കിട്ടി. നമ്മുടെ രംഗണ്ണന് മറ്റേ പടത്തിൽ കിട്ടുന്നു, ആവേശത്തിൽ കിട്ടുന്ന പോലെ. പണ്ട് രംഗണ്ണൻ്റെ അമ്മാവൻ ഏതോ മൂഞ്ചിയ കമ്പനി കൊണ്ടുപോയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ഭയങ്കര പൈസക്കാരനായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഏതോ ഒരു പെണ്ണിൻ്റെ വല്യപ്പൻ എവിടെയോ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഏതോ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ടു. അന്ന് വലിയ വിലയൊന്നുമില്ലായിരുന്നു. കുറേ കാലം വർഷങ്ങൾക്ക് ശേഷം അവർ നോക്കുമ്പം അതെന്ത് കോടികളുടെ ആസ്തി. ആ പെണ്ണിനെ എങ്ങാണ്ടാണ് നോമിനി വെച്ചിരുന്നത്. ആ പെണ്ണിന് കോടികളുടെ ആസ്തി. അപ്പോൾ നമുക്ക് അത്രയും കോടിയൊന്നും വേണ്ട. നമ്മൾ നാളെ ഒരു കാലത്ത് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളിതിലിടുന്ന പൈസയെങ്കിലും നമ്മൾ വയ്യാണ്ട് അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകൾ ഇടുന്നത് നമുക്കൊരു സമയത്ത് പൈസയ്ക്ക് വല്ല ആവശ്യം വന്നാൽ നമുക്കൊരു കുറച്ച് പൈസ എടുക്കാൻ നമ്മുടെ ഒരു നിക്ഷേപം പോലെ അവിടെ കാണുമല്ലോ എന്നൊരു കണക്കൂട്ടലിലേക്കാണ് ഞാനിടുന്നത്. ഇനി അധികമൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റി പറയാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. നമുക്ക് നേരെ കടയിലോട്ട് പോവാം. ഈ ഓർഡർ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ പോയാലോ എന്നുണ്ട്. ഭയങ്കര നെഞ്ചരിച്ചിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിന്നോട് ആരാടാ പറഞ്ഞത് ഷാർജ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ മാറുന്നു. അങ്ങനെയല്ല, ഒരു തണുപ്പ്, ഒരു കൂൾ. എൻ്റെ ഹൃദയം അങ്ങ് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നെഞ്ചെരിയുമാണ് ഗൈസ്. അവനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ഷേക്ക്. വേറൊന്നും കഴിക്കുന്നൊന്നുമില്ല, കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ വണ്ടിയുടെ സീറ്റില്ലേ, അതിനൊരു കവർ. ഇത്ര നാളും കവർ ഇട്ടുകൊണ്ടിരുന്ന ഒരു ബാഗ് എടുത്തു തന്നായിരുന്നു. അവൻ എന്നെ പറ്റിക്കുമായിരുന്നു ഗൈസ്. 500 രൂപ വാങ്ങിച്ചിട്ട് ഊള കവറായിരുന്നു, ഊള ലെതറായിരുന്നു. പെട്ടെന്ന് കീറിപ്പോവും. അപ്പം നല്ലൊരു കട കണ്ടുപിടിച്ച് നല്ല പറഞ്ഞു. അല്ലെങ്കിൽ മഴ നനയുമ്പോൾ ഈ വെള്ളമെല്ലാം ഇരുന്നിട്ട് എൻ്റെ നിതംബങ്ങളെല്ലാം നനയുകയാണ് ഗൈസ്. അപ്പം നല്ലൊരു കവർ ഇടണം. പിന്നെ എനിക്ക് കയ്യിലിടുന്ന ആ സാധനം വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എവിടെയാണല്ലോ ലൊക്കേഷൻ? ശിവരാമോ? ഓക്കെ, കണ്ടു. ഓക്കെ. എന്താ കോയിൻസിഡൻസ് നോക്കിയേ ഗൈസ്. ഞാനും പുള്ളി ഇട്ടേക്കുന്ന ജേഴ്സി നമ്മുടെ ബൈജൂസിൻ്റെ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ടേക്കുന്നതും സെയിം സാധനം. കണ്ടോ ഗൈസ്, മഞ്ഞ കളർ. നമ്മൾ കൊച്ചിയിലായിരുന്നപ്പോൾ കളിയൊക്കെ കാണാൻ പോയത്. അയ്യോ, ഡെലിവറി കൊടുത്തില്ല. നല്ല കസ്റ്റമർ, എല്ലാം നല്ല കസ്റ്റമർ. എത്ര രൂപ ആയെന്ന് കാണിക്കാവേ. ഓഫ്ലൈൻ ആയിപ്പോൾ കേട്ടോ. നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഏറ്റുമാനൂർ ടൗണിൻ്റെ ഒരു വ്യൂ കാണാമല്ലോ. നമ്മളൊരു മലയോര മേഖലയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഏറ്റുമാനൂരിൽ നിന്നും അല്പം ഉയർന്ന് നമ്മൾ ഇതുവരെ ആയേക്കുന്ന എമൗണ്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആകാനുണ്ട്. 253.61 പൈസ. ഇത്ര നേരം കൊണ്ട് ടിപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആരും നമുക്ക് ടിപ്പ് വന്നില്ല. 5 ഓർഡർ എടുത്തു. ഫസ്റ്റ് ഓർഡർ അടിക്കുന്നത് 12/16 28 രൂപ, 12/32 41 രൂപ, 12/56 85 രൂപ, 1/23 53 രൂപ, 1/51 45 രൂപ ഇപ്പോൾ കൊടുത്ത ഓർഡർ. അപ്പോൾ ഇത്തരം പരിപാടികളാണ് നടന്നേക്കുന്നത്. ഇനി നമുക്ക് ഓടാൻ പറ്റത്തില്ല. നമുക്കിനി 6 മണിയായിട്ടേ ഓടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ ഷാർജ ഷേക്ക് കുടിക്കാനും പിന്നെ സീറ്റ് കവർ ചെയ്യാനും
പിന്നെ മറ്റേ കയ്യിലിടുന്ന ഗ്ലൗസ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകാം. ഗ്യായ്സ്, നമ്മൾ ഏറ്റുമാനൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്യായ്സ്. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ, എൻ്റെ മാതാവെ കാത്തിരക്ഷിക്കണേ. അപ്പോൾ ഞാൻ ഷേക്ക് കുടിക്കാൻ പോണത് ദേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മറ്റം ബേക്കറിയിലാണ് കേട്ടോ. അവിടെ ഇടയ്ക്ക് പോയി ഷേക്ക് കുടിക്കാറുണ്ട്. എനിക്ക് ഷാർജ ഷേക്കാണ് ഇഷ്ടം. എന്തേരം ഷേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഷാർജയുടെ ഒരു സെറ്റപ്പ് വേറെ തന്നെ. നമ്മൾ ഫസ്റ്റ് ഷാർജ കുടിച്ചാൽ തുടങ്ങിയത്, ഇപ്പോഴും ആ ഷാർജ തന്നെയാണ് നമുക്കിഷ്ടം. അതിനൊരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് ഷാർജ. ചേട്ടാ ഒരു ചെറിയ വഴി, ഇതിൻ്റെ അകത്ത് ആരുമില്ലേ? ചേച്ചി ഒരു ഷാർജ ഷേക്ക്. സമയം 2:45 ഗൈസ്. ഷേക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷാർജ ഷേക്കായിരുന്നു. ഇപ്പോൾ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ നെഞ്ചരിച്ചിലൊക്കെ മാറി, നമ്മുടെ എരിഞ്ഞ നെഞ്ച് ആശ്വാസത്തിലേക്ക് കടന്നിരിക്കും, തണുത്തിരിക്കുകയാണ്. ഷാർജ ഷേക്ക് ചില സ്ഥലത്ത് ചുമ്മാ പഴം കൂടുതലായിരിക്കും, പക്ഷെ ഇവിടെ എങ്ങനെയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി നേരെ സീറ്റ് കവർ ചെയ്യുന്ന ഒരു കടയിലോട്ട് പോകണം. അതാ കവറുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഈ ആക്സസറീസ് കടയിൽ നിന്നും നമ്മുടെ സ്പെയർ പാർട്സ് കടയിൽ നിന്നും വാങ്ങിച്ചിരുന്നത്. അതാണെങ്കിൽ 100-150 രൂപയ്ക്ക് കിട്ടും ഒരെണ്ണം. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറയുക, അത് പെട്ടെന്ന് കീറി പോകും, അതിന് വലിയ ക്വാളിറ്റി ഇല്ല. ഇത് മറ്റേ സീറ്റ് തയ്ക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ കമ്പനി സീറ്റ്, ഇതെന്ത് എൻ്റെ നേരെ വരുന്നത്, കമ്പനി സീറ്റ് വരുന്ന പോലെ തന്നെ ലെതറൊക്കെ ഒരു സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ സ്റ്റേപ്ലെയർ അടിക്കുകയോ ചെയ്യുന്നത്. സ്റ്റേപ്ലെയർ ഇനി ഓരോ വാക്കും വളരെ സൂക്ഷിച്ചേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ നാക്കുളിക്കാനൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഡയറ്റോണാണോടാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല, ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ദാ ബൈക്ക്, ദാ കാറ്, അങ്ങനെയൊക്കെ. മനസ്സിലായോ? ഓ, ഈ സീറ്റ് ചെയ്യുന്നത് എത്ര രൂപയാ? റേറ്റ് എത്ര? റേറ്റ് 600. ഓ, അത് ഈ സെയിം മെറ്റീരിയലാണോ? ആ, ഇത് ലോ ക്വാളിറ്റി, ഇത് കീറിപ്പോവാ. ഇതുണ്ടോ? ഇത് ഇവിടുന്ന് ചെയ്താ ഇതുണ്ട്, ഇത് കട്ടിയില്ല. 3 times ഇവിടെ ചെയ്തു, കീറിപ്പോയി. ഇതുണ്ടോ? ഇവിടുന്ന് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നാ ലോ ക്വാളിറ്റി. കണ്ടോ? ഈ ക്വാളിറ്റി ഇല്ല, ഈ ക്വാളിറ്റി 550 ഒക്കെ എന്നോട് പറഞ്ഞു. 550. ഇതോ कट्टी क्वालिटी നല്ല क्वालिटी तो लास्ट ही हो। हाँ डिस्काउंट था भाई, ये 800 का भाई, मैं डिस्काउंटेड 600 बोला। और 550 का था। 550 नहीं आएगा, ये 600 डिस्काउंट आएगा। ये 550। हाँ ये है वो मटेरियल। हाँ ये लो क्वालिटी भाई। 600 का सीट अंबानी का फैमिली नहीं, तो डिस्काउंट ले फुल डिस्काउंटेड है। 800 का ये जाता है, ये 550 പറയുന്നത് ഇതിന് 800 ഒന്നും ഇല്ല. സത്യം പിന്നെ സത്യം बिल का नहीं छोड़ दो, ബില്ലൊന്നും വേണ്ട എനിക്ക്. चित्राले चाहिए तुमको और बाइक सीट कवर ഇത് സെറ്റപ്പ് ആക്കി താന്നേ. ഇപ്പം മാറിയേക്കാം, സീറ്റ് ചെയ്തേക്കാം, സെറ്റപ്പ് ആക്കി താ. ये सेम क्वालिटी 550। ആ എന്നാ 550 താ. ഈ ക്വാളിറ്റി ഇത് 550 തരാമോ? ഇത് എത്ര? 825 ഈ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഡെലിവറി ബോയ് അല്ലേ, എനിക്ക് 550 വ്ളോഗാ. നിങ്ങളുടെ കട ഫുള്ള് വ്ളോഗ്, ഡെയിലി വ്ളോഗ് ഞാൻ സെറ്റാക്കി തരാം. അതാ ഓക്കെ 600 ഫുൾ ഡിസ്കൗണ്ട്. സത്യം ചോദിച്ചോ, ഈ സ്പോഞ്ച് भी चाहिए തരാം നമുക്ക്. അതെ എക്സ്ട്രാ പൈസ ഉണ്ടോ? ഈ സ്പോഞ്ച് भी നമുക്ക് ഫ്രീയിൽ ചെയ്തു തരാം. സ്പോഞ്ചോ? എൻ്റെ വീട്ടിൽ കുറേ സ്പോഞ്ച് ഇരിപ്പുണ്ട്, എന്ത് കുന്തല്ലോ അത് ചെയ്യാം. സീറ്റ് ഊരി തരാം ഗൈസ്, നമുക്കത് ചെയ്യാൻ കൊടുക്കാം, അത്യാവശ്യമാണ്. അയ്യോ ഇതിൻ്റെ അടിയിലൊക്കെ എന്ത് തോന്നും. അതെ ഇത് ഓൾറെഡി ഒരു 3 ലെയർ ഉണ്ടെന്ന് കളഞ്ഞേക്കാവോ? വണ്ടിയുടെ അവസ്ഥ നോക്കൂ ഗൈസ്. വണ്ടി കഴിയാൻ നേരത്ത് ഇവിടെയൊക്കെ നോക്കണം കേട്ടോ. ചേസയിൽ ചെറിയതായിട്ട് തുരുമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചേസ് ഒടിഞ്ഞു പോകും. ഇവിടെ ഒന്ന് ഞാൻ പെയിൻറ്റ് അടിച്ചായിരുന്നു, ഈ വെള്ളം ഒന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാം. അതിന് കിള്ളി കളഞ്ഞിട്ട് പെയിൻറ്റ് അടിച്ച് സെറ്റപ്പാക്കി വരണം. യൂട്യൂബ് ചാനൽ വരും കേട്ടോ.
വർക്ക് കുമാരോ യൂട്യൂബ് ചാനൽ കാണാൻ നോക്കട്ടെ. അതിലെ യൂട്യൂബ് ഉണ്ടോ? ആ എത്ര സബ്സ്ക്രൈബർ? 20K. 20K? ആ अच्छा है. പെർഫെക്റ്റ്. ഡിസ്കൗണ്ട് डिस्काउंट है. പോഞ്ച് ഒന്നുമില്ലല്ലോ, പോഞ്ച് വെച്ചില്ലല്ലോ. जेब में बहुत अच्छा है. ഡിസ്കൗണ്ട് ആ ഭായ്. ये चिल्लर नहीं है. नेक्स्ट टाइम आओ मैं ആ करेंगे. പിന്നെ ഭായ് वीडियो अपलोड है ना. കട കാണിക്കത്തില്ല. रात वर्क आएगा. नेक्स्ट टाइम फ्री वर्क करेगा. ഓ ഓക്കെ സെറ്റ് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സീറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ടാറ്റ. നമ്മൾ കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് ആക്സസറീസ് കടയിലോട്ടാണ് കേട്ടോ. നെഞ്ചരിച്ചിലിന് ഷെയ്ക്ക് ബെസ്റ്റ് അല്ലെന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു ബെസ്റ്റാണ് കേട്ടോ. അതും ഷാർജ ഷെയ്ക്ക്. ഇതെന്തോ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ആശ്വാസമുണ്ട് കേട്ടോ. നെഞ്ചരിച്ചിലൊക്കെ മാറി. അപ്പം നെഞ്ചരിച്ചിൽ വരുമ്പോൾ ഓടിപ്പോയി ഒരു ഷാർജ ഷേക്ക് കുടിച്ചു. സെറ്റാണ്, എല്ലാം റെഡിയാവും. ഓ ഗായ്സ്, നമ്മൾ ആക്സസറീസ് കടയിലെത്തി. കടയുണ്ടോ? ഞാനടുത്ത് നമ്മുടെ ആക്സസറീസ് കടയ്ക്ക് പണി നടക്കുവാണ്. ഇവിടെയും പണിയാണെന്ന് തോന്നുന്നല്ലോ. എന്താണ് സാധനം ഉണ്ടോയെന്ന് പോയി നോക്കാം. നമ്മൾ ഹെൽമെറ്റ് ക്ലീനർ വാങ്ങിച്ചു. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നത്, ഔട്ടർ ക്ലീൻ ചെയ്യുന്നത് ഏതാണ്ട് 230 രൂപ ഉണ്ടായിട്ടുണ്ട്. ഇതിന് 170 രൂപയായിട്ടുണ്ട്. ഔട്ടറും ഗ്ലാസും ബാലക്ലാവ തലയിൽ പിന്നെ കയ്യിലിടുന്ന ഇത് ബാലക്ലാവ, കയ്യിലിടുന്ന ഗ്ലൗസ് എല്ലാം കൂടെ 700 രൂപ ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പണിയുന്ന പൈസ ഒന്നും ഈ ആഴ്ച പണിയുന്ന 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ല. കംപ്ലീറ്റ് പൈസയും നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഗായ്സ് വെൽക്കം ബാക്ക്. 5:59, 6 മണിയാകാൻ വേണ്ടി 1 മിനിറ്റും കൂടെ. എവിടെ സൊമാറ്റോ? ഓൺലൈൻ ആക്കട്ടെ. ചെറുതായിട്ട് മഴയൊന്ന് പൊടിച്ചായിരുന്നു, പക്ഷെ അവിടെയൊക്കെ നല്ല തെളിവ് കാണുന്നുണ്ട്. ഫ്ലീറ്റ് മാനേജർ കെൻ മാത്യു വിൽ ബി അവൈലബിൾ ഓൺ 29 ഫ്രൈഡേ 3:47 വരെ. ഈ പുള്ളി അവിടെ കാണുമെന്ന് പറഞ്ഞു, നിയർ കൊക്കോ റെസ്റ്റോറൻറ്റ്. ഇടയ്ക്കയിൽ പോകണേ കാണാം. ഗോ ഓൺലൈൻ കൊടുക്കട്ടെ. നമ്മൾ കഞ്ഞിക്കുഴി KFCയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കോട്ടയം. ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ അടിക്കില്ലെന്നാൽ കണ്ടറിയാം. നല്ല തിരക്കാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ കട്ട ബ്ലോക്കാണ്. നമ്മൾ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കുറച്ച് നേരം സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിങ്ങനെ ഇരുന്നു. നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കുക. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ കഴിഞ്ഞ ദിവസം മാർക്കോടെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു. അതിൽ നമ്മുടെ ഡബ്സി പാടിയ പാട്ട് ഈ വിവാദങ്ങളൊക്കെ ആയി. പക്ഷേ എനിക്ക് ഡബ്സിനെ കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല. കാരണം ഡബ്സി പാടിയ കിടിലം പാട്ടുകളുണ്ട്. അത് ആ വോയിസ് മിക്സിങ്ങിൽ എന്തോ സംഭവിച്ചതാണ്. അത് ഡബ്സിക്കിടെ എന്തോ പണി കൊടുത്തോല്ലോ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് മറ്റേ പാട്ടും ആ BGM കയറി പോയല്ലോ. പക്ഷേ ഇത് ബേബി ജിയും പാടിയൊരു സാധനമുണ്ട് കേട്ടോ. എൻ്റെ മോനെ തീ എന്ന് പറഞ്ഞാൽ തീപ്പറ. ഞാൻ ഇപ്പോൾ കേട്ടു. എന്നാ മരപ്പാവ് എന്ത് മാർപ്പാപ്പ ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിയത്തില്ല. ഒരു രക്ഷയിലോട്ടോ. എൻ്റെ വോക്കൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കും. എല്ലാവരും ഞാൻ കേൾപ്പിക്കുമായിരുന്നു. നിങ്ങൾ കേട്ടു പോകണം കേട്ടോ. ഞാനൊരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. തീപ്പറവ സാധനം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. ഇപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാനേ സ്റ്റാറ്റസ് ഇടട്ടെ. കുറച്ച് തീയും പുകയൊക്കെ കൂടെ ഇട്ട് വിട്ടേക്കാം. തീ സാധനം. ഗ്യാസ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഗ്യാസ് 25 റുപ്പീസിൻ്റെ ഓർഡർ. ഇതെന്താണ് കണ്ണാടിയൊക്കെ ഇപ്പോൾ പോയല്ലോ? ഇത് എന്തുകൊണ്ട് ഇതിലാണ് ഈ വണ്ടിയൊക്കെ വരുന്നത്? അക്സെപ്റ്റ് ചെയ്യട്ടെ. 6:12 കേട്ടോ. ഞാനിവിടുന്ന് അനങ്ങിയില്ല, അടിച്ചിട്ട് അനങ്ങുന്നോളെന്ന് ഓർത്ത് നേരെ പോകണം കടയിലോട്ട്. ഒരു ബോസുള്ള കടയാണ്, എന്നാലും നോക്കാം. ആ കട ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാകും. കാരണം കണ്ടില്ലേ, ബ്ലോക്കാണ് ഗായ്സ്. കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങനെയാണ് കേട്ടോ, ഒടുക്കത്തെ ബ്ലോക്കാണ്. ഓ ഗോഡ് സ്ട്രേറ്റ് പോട്ടെ. മൈക്ക് ഓർഡർ ചെയ്തിട്ട്
മൈക്ക് വരുമ്പോൾ ഇനി കൊടുക്കാൻ ക്യാഷ് ഇല്ലല്ലോ, കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ സീറ്റും ഓരോ പരിപാടികളൊക്കെ ആയിട്ട് തീർന്നു പോയി. ഇനിയിപ്പം ഫണ്ടുണ്ടാക്കണം. ഇപ്പം നമുക്ക് ഓടുന്നതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലല്ലോ, കയ്യിലോട്ട് അങ്ങനെ കിട്ടുന്നൊന്നുമില്ലല്ലോ ഒരു എമൗണ്ടായിട്ട്. നമ്മൾ ഡയമണ്ടായിട്ട് അറഞ്ചം പുറഞ്ച് ഓടുമായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് കയറിയാൻ. ഒരു ദിവസം ഒരു 500, 600, ഒരു 700 രൂപ 800 രൂപയൊക്കെ പെർ ഡേ കിട്ടി. 1000 തികച്ച് കിട്ടണമെന്നൊന്നുമില്ല. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഒരു 700 രൂപ 800 രൂപ കിട്ടുവാണെങ്കിൽ കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. 500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കടയിൽ ഒന്ന് നിൽക്കുന്ന പോലത്തെ പണിയല്ലല്ലോ. ഇത് നല്ല രീതിയിൽ നമ്മൾ അലഞ്ഞ് നടക്കുന്നുണ്ട് വെയിലും മഴയെല്ലാം കൊണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, രാവിലെ തൊട്ട് രാത്രി വരെ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത്. ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ സ്ഥിരം പോയാൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ എഫേർട്ടിന് അത്രയും ഒരു വില വേണം. ഒരു 700, 800 ഒക്കെ അതൊരു മാന്യമായ തുകയാണ്. 1000 ആണ് ഏറ്റവും കുറഞ്ഞ് വേണ്ടത്. ഞാൻ പറഞ്ഞത് അത് കിട്ടിയില്ലെങ്കിൽ അത്രയെങ്കിലും ഒരു 700, 800 എല്ലാ ചിലവും കഴിഞ്ഞ് കിട്ടിയാലേ നമുക്ക് ലാഭമുള്ളൂ. ബ്ലോക്ക് ഈ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം ഇതാണ്. ഏത് സിറ്റിയിൽ പോയാലും എന്നാ വലിയ ബ്ലോക്കാണെങ്കിലും നമുക്ക് ബൈക്കുകാർക്ക് ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ കയറിപ്പോൾ. പക്ഷേ ഇതുപോലെയുള്ള വണ്ടിയുടെയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം കേട്ടോ. അവർക്ക് എല്ലാ സൈഡൊന്നും കാണാൻ പറ്റത്തില്ല. സൈഡ് വിഷൻ ഇല്ല, ഫ്രണ്ടിലെ വിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഗ്യാപ്പ് ഇട്ട് നോക്കിയും പോകണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പോകും. അതും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഈ ഞൂഴ്ന്ന് കയറി പോകുമ്പോൾ. ആരെങ്കിലും വരുന്നുണ്ടോ അതോ ബ്ലോക്ക് ആയതുകൊണ്ടാണോ പോലീസുകാർ നിൽക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ പോലീസുകാർ നിൽക്കാത്ത സമയത്താണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. ഈ പോലീസുകാർ വന്ന് സിഗ്നൽ കാണിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒടുക്കത്തെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം അറിയും, ഇവർ ഈ നടുക്ക് നിന്നിട്ടാണല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവർക്കിട്ട് ഇടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോകേണ്ട വരും. നമ്മൾ ചവിട്ടി പോകണം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ കയറിപ്പോകും. അങ്ങനെ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ നടുക്കുന്നിട്ട് ഇവരെ പേടിച്ചിട്ട് ഞാൻ ഇവർക്കിട്ടെങ്ങാനും വണ്ടി തട്ടിയാലോന്ന് ഓർത്ത് അവിടെ വീണ്ടും അതിലും വലിയ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെയാണെന്ന് തോന്നുന്നു അവിടെയും അത്യാവശ്യം നല്ല ബ്ലോക്ക്. പക്ഷേ എവിടുത്തെ ബ്ലോക്ക് അവർ പക്കയായിട്ടാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. കോട്ടയത്തെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് കഞ്ഞിക്കുഴി. അവരത് കിടിലനായിട്ട് മാനേജ് ചെയ്ത് വിടുന്നുണ്ട്. അധികം അങ്ങനെ കടക്കേണ്ട വരുന്നില്ല. അങ്ങനെ പറഞ്ഞില്ല, ഇവരുടെ വേറെ സർവീസ് റോഡുകളൊന്നും അങ്ങനെ അധികം ഇല്ലാത്തൊരു സിറ്റി ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ പെട്ടുപോകുന്ന സ്ഥലങ്ങളാണ്. ഈ സമയം 8:09 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ KFCയുടെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഓർഡർ എടുത്തിട്ട് ഞാൻ ഈ മൂല കൊടിഞ്ഞ് നിൽക്കുവാണ്. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കും. ആപ്പ് ഓർഡർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. അതായത് KFCയുടെ ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഐറ്റം എന്നാന്നൊന്നും കാണിക്കത്തില്ല കേട്ടോ. ഫുഡെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. KFC ഏറ്റുമാനൂർ. ചിലപ്പോൾ ഇപ്പോൾ ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കോട്ടയം ടൗണിൽ നിന്ന് കുറേ മാറി ഒരു ഓർഡറൊക്കെ അടിച്ച് കറങ്ങിയടിച്ച് ഇവിടെ വന്നതാണ്. പിന്നെ കസ്റ്റമറുടെ പേരും കാണിക്കും. അപ്പോൾ നമ്മൾ അകത്ത് തന്നെ പറയണം. ഇതിന് റെഡി ആയതൊന്നും ഓപ്ഷനൊന്നുമില്ല. അതായത് സൊമാറ്റോയുടെ ആപ്പിൽ കൂടെ അല്ല ഇത് ഓർഡർ ചെയ്യുന്നത്. KFCയുടെ ആപ്പിൽ കൂടെ അവർ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് സൊമാറ്റോ ത്രൂ ഡെലിവറി കിട്ടുന്നതാണ്. ഇതെൻ്റെ ഫസ്റ്റ് ആപ്പ് ഓർഡറാണ്. എനിക്ക് ഇന്നാണ് ഒരു ആപ്പ് ഓർഡർ അടിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് കടയിൽ ആപ്പ് ഓർഡർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. ഈ ഓർഡറിന് ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് കടയുടെ പേരൊന്നും കാണിക്കത്തില്ല. ചിലപ്പോൾ ഈ കട ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേരൊക്കെ ആയിരിക്കും. അപ്പം തപ്പി പിടിച്ചിട്ട് വരേണ്ടതൊക്കെ ആയിട്ടൊക്കെ വരും. പിന്നെ നമ്മൾ ഇത്ര നേരം ഓടിയത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 387 രൂപ 72 പൈസ ഓടിയിട്ടുണ്ട്. 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ജിഗ്ഗിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 9 to 10 ജിഗ്ഗും കൂടെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു സ്റ്റാർ ഗീക്ക് ആട്ടോ അത്. പിന്നെ 10 to 10 അത്രയും കൂടെ ഉള്ളത് നമ്മുടെ പരിപാടി വരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഓർഡർ കിട്ടാൻ നല്ല ഡിലേ ആവും. അപ്പോൾ അത്രയും നേരം ഞാൻ വെറുതെ തലയിൽ ഹെൽമെറ്റും വെച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പോയി നിൽക്കണം. പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഉയർന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് ക്യാഷ് ഞാൻ സ്വിഗ്ഗിയുടെ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. പോക്കറ്റ് മണി എത്ര 2958. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അതും കൂടി വരും കേട്ടോ. നമുക്കിപ്പം വലിയ ലാഭമൊന്നുമില്ല, നഷ്ടത്തിലാണ് ഓടുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ പോയി ഫുഡ് റെഡിയായി എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഞാനത് കൊണ്ടേ കൊടുക്കും കേട്ടോ. ഇനി ഞാൻ പരിപാടി നിർത്തുമ്പോഴേ നിങ്ങളെ കാണിക്കത്തുള്ളൂ. കാരണം കുറച്ചും കൂടെ ഓടി നോക്കണം, കുറച്ചൊരു ഓർഡർ കിട്ടുമെന്നും. കാരണം നമുക്ക് പൈസ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഗായ്സ്, സമയം 10:57 ആയിട്ടുണ്ട് കേട്ടോ. അതായത് 11 മണിയായി. ഇനിയും 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ ജോലി നിർത്തി കേട്ടോ. ഇന്നത്തെ വർക്ക് നിർത്തി. നമ്മുടെ ഷിഫ്റ്റൊക്കെ കംപ്ലീറ്റ് ആയി. അതായത് വൈകുന്നേരത്തെ സ്ലോട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ബ്രേക്ക് ടൈം 8 മിനിറ്റും കൂടെ ലെഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓഫാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യ ഗായ്സ്, ഒടുക്കത്തെ തലവേദന, പിന്നെ ചെവിക്ക് വേദന. നമുക്ക് ഹെഡ്സെറ്റ് ഇല്ലല്ലോ. അപ്പം ഈ ഒരു പൊന്തം ഫോണ് ഞാനൊരു കസ്റ്റമറെ വിളിക്കാൻ വേണ്ടി ആ ഒരു വഴി തെറ്റായിരുന്നു. പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ ഇടയ്ക്കോട്ട് കുത്തിക്കയറ്റി. ഈ ഹെൽമെറ്റ് ആണെങ്കിൽ ഒടുക്കത്തെ ടൈറ്റാണ്. അപ്പോൾ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചെവിയുടെ ഇടയ്ക്കൊന്ന് കിടക്കുന്നൊരു ഒച്ചയൊക്കെ ഇട്ട് എല്ലാം കൊടിഞ്ഞു പോകാൻ അറിയത്തില്ല. അപ്പോൾ വലത്തെ സൈഡിലായിരുന്നു, ഇടത്തെ സൈഡിൽ കയറിയില്ല. അപ്പോൾ വലത്തെ സൈഡിലോട്ട് കുത്തിക്കയറ്റിയതും ചെവിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. പിന്നെ തലവേദന, വയ്യ. നെഞ്ചരിച്ചിൽ വീണ്ടും വന്ന് ഗായ്സ്. നീ രാത്രിയിൽ പോയി ഷേക്ക് കുടിക്കാനൊന്നും വയ്യ.
എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. ഹായ് തട്ടുകട, വേറെ വല്ല തട്ടുകടയിലും പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓടി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തട്ടെ കേട്ടോ, വെട്ടം വെളിച്ചുള്ളിടത്ത്. ഇവിടെ വല്ലതും നിർത്താം. ടാറ്റയുടെ ഷോറൂം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയേക്കാം ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, സൊമാറ്റോ തുറക്കട്ടെ, ഇതുണ്ടോ ബ്രേക്ക് ടൈം ലെഫ്റ്റ് 4 മിനിറ്റ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് 628 രൂപയ്ക്ക് നമ്മൾ ഓടി. നമ്മൾ ഈ ഇത്രയും ദിവസം ഓടിയത്, അതായത് ഈ 5 ദിവസം ഓടിയ പൈസ 3400 രൂപ, 200 രൂപ ടിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. 14 ഓർഡർ എടുത്തു കേട്ടോ ഇന്ന് ടോട്ടൽ. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ അടിച്ച് 10:37, അതിന് മുമ്പ് 10:11, 9:51, 34, 41, 41, 67, 97 മലബാർ കിച്ചൻ 42, KFC ഏറ്റുമാനൂർ 34. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ KFC ഏറ്റുമാനൂർ മറ്റേ ഓർഡർ, അതായത് ഈ കമ്പനി ആപ്പ് വഴി ചെയ്യുന്ന, KFCയുടെ ആപ്പ് ത്രൂ വഴി ചെയ്യുന്ന ആപ്പ് ഓർഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിനിങ്ങനെ എന്തോ കോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 1-2 പോസ്റ്റ് കിട്ടി. ഇപ്പോൾ ഈ ലാസ്റ്റ് തലശ്ശേരി, ഇതിപ്പം ഈ കടയിൽ നിന്ന് കഴിഞ്ഞ സ്വിഗ്ഗി ഓടുന്ന സമയത്താണെങ്കിലും നമുക്ക് ഐറ്റം മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ വള്ളിയാണ്. എൻ്റെ ഓർഡർ റെഡി അടിച്ച് ഞാൻ സാധനമില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 പെമ്പിള്ളാർ ആ സാധനമായിട്ട് തിരിച്ചു വരും, ചേട്ടാ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇതല്ലെന്ന്. അവിടെ വന്ന ഏതോ കസ്റ്റമർക്ക് നമുക്ക് റെഡി ആയിട്ട് വെച്ച സാധനം അവരെടുത്ത് കൊടുത്തു വിട്ടു. അപ്പോൾ ഡൂഡ് പരിപാടിയായി കാണിക്കുന്നത്. നാളത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. നാളെ 6 to 7 ഇതൊക്കെ സ്ലോട്ട് കിടപ്പുണ്ട്. 10 to 11 PM, 11 to ബാക്കിയെല്ലാം പോയി, നാളത്തെ എല്ലാം പോയി. നാളെ രാത്രിയിലത്തേക്ക് കിടപ്പുള്ളൂ. ഡിന്നർ പീക്കിലേ 2 ഉള്ളൂ. നാളെ ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ, എനിക്ക് വയ്യ. നാളെ ദിവസം റെസ്റ്റ് എടുക്കാൻ പോവാം. സൺഡേ സാറ്റർഡേയും മസ്റ്റാണ് ഇതിൻ്റെ അകത്ത് മറ്റേ റേറ്റിംഗ് കയറണമെങ്കിൽ. പക്ഷേ നാളെ സാറ്റർഡേ ഞാൻ ഇറങ്ങുന്നില്ല. വേറെ 1-2 വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പയ്യെ അപ്ലോഡ് ആക്കുന്നുണ്ട്, എഡിറ്റൊക്കെ ചെയ്യാനുണ്ട്. ബൈക്ക് റിവ്യൂസൊക്കെ. നമ്മുടെ ഡെയിലി വ്ളോഗ് നിർത്തത്തൊന്നുമില്ല കേട്ടോ. സൺഡേ നമ്മൾ പവറായിട്ട് തിരിച്ചു വരും, പിന്നെ മൺഡേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ. പിന്നെ നമ്മൾ ബ്ലൂ പാർട്ട്ണറിലാണല്ലോ. ഇതിൽ നിന്നും എന്താണേലും നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കയറാൻ പോകുന്നില്ല. ഒരു 3-4 മാസമെങ്കിലും പിടിക്കുമെന്നാണ് തോന്നുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഡെയിലി വ്ളോഗിൽ ഞാൻ പറയാം. അതൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്നേരം ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം. ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ ദിവസത്തെയും പോലെ. പിന്നെ നമ്മുടെ പോക്കറ്റ് ബാലൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫ്ലോട്ടിങ് ക്യാഷ് എമൗണ്ട് 3140 തന്നെ ആയിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 2012 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വിഡ്രോ ചെയ്ത് 750. അവൈലബിൾ ക്യാഷ് ലിമിറ്റ് 377. നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ അടിക്കാം. വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ 77 രൂപ അക്കൗണ്ടിൽ വരും. 300 രൂപ അവിടെ പിടിച്ചു വെക്കും. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ടിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 3 ദിവസത്തെയാണോ, മിനിങ്ങാന്ന് ഇന്നലെ ഇന്നത്തെ, അതിൽ 10 രൂപ മാത്രമേ നമ്മൾ വിഡ്രോ ചെയ്തുള്ളൂ. പക്ഷേ ഈ 270 നമ്മൾ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. ടിപ്പും ഡെയിലി ഇതും വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. 2 വിഡ്രോയിലും പറ്റും. പക്ഷേ 2 ഒരു തവണ മാത്രം ഒരു ദിവസം പറ്റത്തുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, പൊറോട്ട കഴിക്കണ്ട എന്നാണ് മനസ്സ് പറയുന്നത്. ദോശ കഴിച്ചാൽ പിന്നെയും വിശക്കും. ദോശയ്ക്കൊരു കനവില്ല. എന്നാൽ പോയി ഒരു ബണ്ണും ഒരു ചായയും അടിച്ചാലോ. അവിടെ ഒരു ബണ്ണും ക്രീമും, ഞാൻ ചുമ്മാ പറഞ്ഞാലോ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ക്രീം ബണ്ണും ചായയൊക്കെ കിട്ടുന്ന കടയുണ്ട്. അങ്ങോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കുന്നത്. എന്നും ചായ കുടിക്കുന്നൊരു ചായക്കടയുണ്ട്. എന്നാൽ അങ്ങോട്ട് സഞ്ചരിക്കാം. ലൈറ്റായിട്ടും എല്ലാം കഴിക്കാം. രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞാൽ അധികം കഴിക്കല്ലെന്നാണ്. നമ്മൾ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ 9 മണിക്ക് ഇപ്പുറം കഴിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ പ്രോപ്പറായിട്ടുള്ള ദഹനവും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഈ ലേറ്റ് നൈറ്റിൽ നമ്മൾ 10, 12, 1 മണി 2 മണിക്കൊന്നും കഴിക്കല്ലെന്നാണ് ശരിക്കുള്ളൊരു കാര്യം. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ പറ്റത്തില്ല. നമുക്ക് ആ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കഴിക്കരുത് എന്നാണ് പറയുന്നത്, ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടോ. 9 മണിക്ക് ഇപ്പുറം ഫുഡ് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് വൈകുന്നേരങ്ങളിൽ വലിച്ച് കയറ്റരുത്, ലൈറ്റായിട്ടൊക്കെ കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇതൊന്നും പാലിച്ചുള്ള ജീവിതമൊന്നും നമുക്ക് നടക്കത്തില്ല. കാരണം നമുക്ക് നാളെ ഞം വെക്കണമെങ്കിൽ പണിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു വല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും. അപ്പോൾ നമുക്ക് 9 മണിക്ക് തിന്നാനോ അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്ന പോലെയോ അതൊന്നും നടക്കത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ശാസ്ത്രം വളരും തോറും രോഗങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് നമ്മുടെ വല്യമ്മമാരുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അധികം പ്രശ്നങ്ങളോ അസുഖങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവർക്കൊക്കെ നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ നൂതന സംവിധാനങ്ങളും ആരോഗ്യമേഖല മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാരെല്ലാം വടിയാവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ?
ഇതൊക്കെ ശാസ്ത്രം വളരും തോറും മനുഷ്യൻ്റെ കാര്യം കട്ടപ്പോക ആയിക്കൊണ്ടിരിക്കും, അല്ലാണ്ട് മനുഷ്യൻ രക്ഷപ്പെടുകയൊന്നുമല്ല. പണ്ടൊക്കെ ഉള്ളവരൊക്കെ ചെയ്യുന്നതാണ് കറക്റ്റ് ഫുഡും കാര്യങ്ങളും, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കപ്പയും മാങ്ങയും തേങ്ങയും നാട്ടുംപുറം. ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാട്ടോ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ പണിക്ക് വന്നു കഴിയുമ്പോൾ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ ബിരിയാണിയൊക്കെ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു കടയിൽ പോയി കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കുമല്ലോ, ഇപ്പോൾ നിൽക്കുന്നിടത്തല്ലല്ലോ പിന്നെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ സമയത്ത് ഓരോ കടയാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാ ഒരു 80 രൂപ കൊടുത്താൽ സിംഗിൾ ബിരിയാണി കിട്ടും. അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വാങ്ങിക്കണ്ട. അല്ലെങ്കിൽ ഒരു പൊറോട്ട കോമ്പോ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ കറി വാങ്ങിക്കേണ്ട ഒരു 80-60 രൂപ കൊടുത്താൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നത്. നമ്മൾ പണിയുന്ന പൈസ ഒരു നക്കാപ്പിച്ച പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അധികം ഫുഡിന് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ നിർബന്ധിതരായി പോകുന്നു. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ വീട്ടിൽ നിന്നൊന്നും എല്ലാ ദിവസവും കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ഒരുപാട് പറഞ്ഞു ഇവിടം വരെ വന്നു അല്ലേ. ഇനി നേരെ ചായ കുടിക്കുന്ന കടയിലോട്ട് പോകാം. ഞാൻ ചായ കുടിക്കുന്ന കട എന്ന് പറയുന്നത് കോട്ടയം ബേക്കർ ജംഗ്ഷൻ്റെ സൈഡിലായിട്ട് അവിടെ കാണുന്ന ഒരു ചെറിയ കടയാണ് കേട്ടോ. എന്നാണ്ട് കുട്ട എന്നാണ് ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വൺ വേയും കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വയ്യ നൈസിന് കയറാൻ പോവാം. അല്ലെങ്കിൽ അങ്ങേറ്റത്ത് പോയിട്ട് കറങ്ങി വരണം. എന്നതാണ് കട. അവിടെ എല്ലാവരും കാണും ഈ സമയമാകുമ്പോഴത്തേക്ക്, ആളും ബഹളവും തിരക്കൊക്കെ ആയിരിക്കും. ഇതിലങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു വഴിയാണ്, വീതിയില്ല, ഒന്നുമില്ല. കണ്ടോ, ഇവിടെ പോലീസൊക്കെ കാണും. ഇതാണ് നമ്മക്കട, ഇന്ത കട. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് സ്നേഹം മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. 11:06. അപ്പോൾ ടാറ്റ.